കർത്താവിൻ്റെ കൂടെ മേശയ്ക്കിരിക്കുക. സിറ്റ് വിത്ത് ദ ലോർഡ് ഫോർ ദ ബാങ്ക്വറ്റ്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ദൈവം ചിലരെയൊക്കെ മാറ്റി നിർത്തും. അത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ 10 മക്കളുണ്ടെന്നിരിക്കട്ടെ. അപ്പനും അമ്മയും, അപ്പൻ എല്ലാ മക്കളോടും അപ്പൻ്റെ കാര്യം പറയത്തില്ല. ചില വ്യക്തികളെ അപ്പൻ വിളിച്ച് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് ചെയ്യണം. മറ്റുള്ളവരോട് പറയണമെന്നില്ല. അമ്മമാർ, അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി കാണും പ്രത്യേകമായിട്ട്. എല്ലാവരോടും ഇഷ്ടം കാണും, പക്ഷെ ഒരു വ്യക്തിക്ക് പ്രത്യേക കഴിവുള്ളതിന് ആ കാര്യം അവരെ ഏൽപ്പിക്കും. ഇതൊക്കെ അടുത്തിരിക്കുന്നവരോടല്ലേ പറയാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സ്വർഗരാജ്യത്തിൽ. ഇന്നും സ്വർഗരാജ്യം എന്ന് പറയുന്നത് വിദൂര അല്ലെന്നേ. ബോണഗെയിൻ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആക്കപ്പെട്ട വിശ്വാസികൾ ഓരോരുത്തരും ബോണഗെയിനാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നാം പുതു സൃഷ്ടിയായി മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടി അല്ല, പിന്നെയോ പുതിയ സൃഷ്ടിയായി മാറി എന്ന് 2 കൊരിന്ത്യർ 5:17-18 പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനാടിസ്ഥാനത്തിൽ ഞാൻ ക്രിസ്തുവിനെ എപ്പോൾ സ്വീകരിച്ചുവോ, എൻ്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പാപത്തെ ഏറ്റെടുത്തു, അവൻ എൻ്റെ രക്ഷിതാവായി എന്ന് പറയുന്ന നിമിഷത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ജനമായി മാറി. എൻ്റെ സ്ഥിതി മാറി, എൻ്റെ പേര് മാറി, എൻ്റെ പാസ്പോർട്ട് മാറി, എൻ്റെ ഐഡൻറ്റിറ്റിക്ക് വ്യത്യാസമുണ്ട്. ദീസ് ആർ ഓൾ ഹാപ്പനിങ് റൈറ്റ് നൗ അറ്റ് ദിസ് ടൈം. അത് നടക്കുന്നത് ഇവിടെ വെച്ച്, സ്വർഗത്തിൽ ചെന്നിട്ടല്ലെന്നേ, ഇവിടെ വെച്ച് നടക്കുക. അതുകൊണ്ട് ദൈവം കുറച്ച് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ ന്യൂ കവനൻ്റ് എന്നാണ് പറയുന്നത്. ന്യൂ കവനൻ്റ് ഹസ് ഡിലീറ്റഡ് ഓർ നെഗേറ്റഡ് ദി ഓൾഡ് കവനൻ്റ്. നമ്മൾ ഈ കേസൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ലോയേഴ്സ് ഇങ്ങനെ ഒരു തിയോസിൻ്റെ ഒരു സൈൻ ഇടും. അത് തീർന്നു, ആ കേസ് തീർന്നു, അത് തീർന്നു. പഴയ നിയമത്തിൻ്റെ തിയോസ് ഇട്ട് വരച്ചു കഴിഞ്ഞു. ഇനി ഒരു പുതിയ കവനൻറ്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ പുതിയ കവനൻറ്റ് ഉറപ്പുള്ള കവനൻ്റ് ആണെങ്കിൽ പഴയ നിയമത്തിൻ്റെ വ്യക്തിത്വ ആ ബേസിക് ഫൗണ്ടേഷൻ അതിൻ്റെ പുറകിലുണ്ട്. അതിൽ ബേസിക്കായിട്ട് പറയുന്ന ഫസ്റ്റ് തിങ്, നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ നീ ആരാധിക്കുക. അങ്ങനെയുള്ളവരാണ് ഈ മേശപ്പുറത്ത്, ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത്. അത് ദൈവവും ഒരു കുടുംബമായിട്ട് നമ്മൾ കാണും. തൃത്വം ഒന്നായിട്ട് കാണുകയാണ്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒന്നെന്ന് പറയുമ്പം വിഘടിക്കാൻ വയ്യാത്ത വിധത്തിൽ അവർ ഒന്നായിട്ട് നിൽക്കുകയാണ്. അതൊന്നും ആർക്കും വിഘടിക്കാൻ ഒക്കില്ല. അതിനെതിരായിട്ട് എന്നെ ശക്തി വന്നാലും നടക്കാൻ പോകുന്നില്ല. ആ ഒരു തൃത്വത്തിനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ഇവർ ഈ 3 പേഴ്സണാലിറ്റി എങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നു. എനിക്കത് ഈ അടുത്തിടെ തന്നെ വല്ലാതെ തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ 3 പേഴ്സണാലിറ്റി, പിതാപുത്ര പരിശുദ്ധാത്മ, എങ്ങനെ ഇവർ ഒറ്റയായിട്ട് നിൽക്കുന്നു. എങ്ങനെ ഇത്ര പവറുള്ളവർ 3 പേരും വിഘടചിന്തയില്ല, വേറെ അഭിപ്രായമില്ലാതെ നിൽക്കുന്നു. അവിടെയാണ് ഒരു കുടുംബത്തിൻ്റെ ബലം. അതാണ് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചങ്ങനെ നിൽക്കുന്നു. വീട്ടിൽ നമ്മൾക്കൊക്കെ ഈ ഭൂമിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ഒരു ചിന്തയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. പക്ഷെ സ്വർഗത്തിൽ അതുപോലും ഇല്ല. എന്നിട്ടും ഒന്നിച്ച് നിൽക്കുന്ന ഭവനങ്ങളില്ലേ. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് സോർട്ട് ഓഫ് ഫാമിലീസ്. അപ്പനെ ബഹുമാനിക്കുന്ന കുടുംബം. ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിച്ചു കഴിയുമ്പം മക്കൾ അതിനകത്ത് കടന്നു വരും. ഒരു ഭാര്യയാണ് അതിൻ്റെ കണ്ണിയായിട്ട് ഇടയ്ക്ക് നിൽക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് എങ്കിലും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ പറയും, സ്ത്രീകൾ ശരിയല്ലെങ്കിൽ ഭവനം ശരിയാകത്തില്ല എന്നൊക്കെ കാണിച്ചാലും. അപ്പം ജീസസ് കമാൻഡ്സ് കമ്മ്യൂൺ വിത്ത് മീ, എൻ്റെ കൂടെ ഇരിക്കുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഒരു കമാൻഡാണ് കം ആൻഡ് സിറ്റ് വിത്ത് മീ. അത് സിറ്റ് വിത്ത് മീ പറയുമ്പം കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഇരിക്കണം. അത് ദൈവത്തിന് നിർബന്ധമാണ്. ഈ കമാൻഡ്സ് ടു സെലിബ്രേറ്റ് ലോർഡ്സ് സപ്പർ ആസ് എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ കമമറേഷൻ ഓഫ് ദ ഡെത്ത് ആൻഡ് ദ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഹിസ് കമ്മിങ് അഗെയിൻ. ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുക തന്നെയല്ല, അവൻ വീണ്ടും വരുന്ന രാജാവായിട്ടും കൂടെ മനസ്സിൽ ഉറപ്പിക്കാനാണ് കർത്താവ് കമ്മ്യൂണിയൻ എടുക്കാൻ പറയുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 22:18. ഓരോ വാക്യത്തിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ദൈവം ഏത് വാക്യമായി എടുക്കുന്നതെന്ന് അന്നുള്ള ദിവസം ആ മന്ന ഇന്ന് മതി, ഈ മന്ന ഇന്ന് മതി. 22:18 ദൈവരാജ്യം വരുവോളം ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന്
മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട്. പിന്നെ അപ്പം എടുത്ത് അത് വാഴ്ത്തി കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി തരുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അത് തന്നെ കർത്താവ് രക്തവും കർത്താവിൻ്റെ വെള്ളവും കൊടുക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് ചെയ്യുമ്പം പറയുന്നത് എന്താണ്? ഇൻ റിമംബറൻസ് ഓഫ് മീ. എന്നെ ഓർക്കുക തന്നെയല്ല, ഞാൻ രണ്ടാമതായിട്ട് വരുന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത് ഓർക്കാൻ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം നേടാൻ വേണ്ടിയാണ്, അത് വേറെ കാര്യം. കർത്താവ് തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ അഭിഷൻ നമ്മളെക്കുറിച്ച് വലിയ പ്ലാൻ. അങ്ങനെ അനുഭവിക്കുന്ന വ്യക്തികളാകുന്ന നമ്മൾ യേശുവിൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ടോ? അതിന് വിനയം വേണം, അതിന് പേഷ്യൻസ് വേണം, ക്ഷമ, ദീർഘമായ ഒരു ക്ഷമയാണ്. യേശുവിൻ്റെ അടുക്കൽ ചെന്നിരുന്നുകൊണ്ട് ഉടനെ കൊണ്ട് ഉത്തരം കിട്ടുന്ന ആരും വിചാരിക്കല്ലേ, അത് എളുപ്പമല്ല. പക്ഷേ അവിടെ ഇരിക്കുക. പക്ഷെ നോക്കും, ഇവർക്ക് കൊടുത്താൽ ശരിയാകുമോ, ഇവനത് കൊടുത്താൽ പ്രയോജനപ്പെടുമോ, ഇവനെ കൊണ്ട് അത് എത്ര കഴിവുണ്ട്. അത് എന്നോട് തന്നെ പറഞ്ഞിട്ട്, നിനക്ക് എന്ത് വേണേലും ഞാൻ എനിക്ക് തരാൻ സന്തോഷമാണ്. പക്ഷേ ക്യാൻ യു കണ്ടെയ്ൻ, നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അതായത് ഈ ജഡശരീരത്തിനും ജഡചിന്തയ്ക്കകത്തും ദൈവത്തിനെ ഉൾക്കൊള്ളാൻ കൊള്ളുമോ എന്നായി ചോദ്യം. സോ ഹി റിയലി ലവ്സ് ടു ഗിവ് മോർ. പക്ഷെ നമ്മുടെ ഈ പരിമിതിക്കകത്ത് ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അത് ഗ്രാജ്വലി വളരുന്നുണ്ട്, കൊച്ചു പിള്ളേർ വളരുന്നത് പോലെ. പരിശുദ്ധാത്മാവാണ് നമ്മളെ വളർത്തുന്നതെന്ന് ഓർക്കണം. ഈ ദൈവം ചെയ്ത് ഈ ജെറമയ 31:31 തൊട്ട് 34 വാക്യത്തിലെ കർത്താവ് നമ്മുടെ ഹൃദയത്തോട്, ജെറമയ 31, നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ വേറൊരാൾക്കും കഴിയത്തില്ല. നമ്മൾ ഈ മക്കളെ, കൊച്ചു മക്കളെ, നമ്മളവരെ സ്വിമ്മിങ്ങിന് വിടും. അവരൊരു വർഷം കഴിഞ്ഞേച്ച് പറയുമോ എനിക്ക് വേണ്ട, ഇനി എനിക്ക് സ്വിമ്മിങ്ങിനൊന്നും പോകണ്ടെന്ന് പറയും. പിന്നെ നമ്മൾ അടിച്ച് പിടിച്ചാലും ഒരു വെള്ളത്തിൽ ഇറങ്ങൂല, ഇടപോണ്ട് പോകും. പിന്നെ അവർ നമ്മൾ ടെന്നീസിന് വിടും. ടെന്നീസ് ഒരു 3 മാസം പിടിച്ച് പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഇതും വേണ്ടെന്ന് പറയും. പിന്നെ അവരവിടെ മ്യൂസിക്കിന് വിടും. ഇതെല്ലാം പറഞ്ഞ് കഴിയുമ്പോൾ പഠിപ്പിക്കുന്നതെല്ലാം നമ്മൾ കൊടുത്താൽ അവർക്ക് ഇഷ്ടമല്ല, നമ്മൾ എന്ത് കൊടുക്കും? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടൊക്കെ ചെയ്യും, ദൈവം എല്ലാം നമുക്ക് തന്നിരിക്കുക. പക്ഷെ നമ്മുടെ ഹൃദയം അവനോട് ചേരുന്നില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഹൃദയം ശുദ്ധമാക്കണം ആദ്യമേ. അതിനാണ് കർത്താവിൻ്റെ ചുറ്റും ഇരിക്കാൻ പറയുന്നത്. അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വ്യാപരിക്കണമല്ലോ. ജെറമയ 31:31 തൊട്ട് 34 വരെയുള്ള വാക്യം വളരെ പ്രധാനം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും, യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇതാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. പോരെ, ഞാൻ അവർക്ക് ദൈവം, അവരെനിക്ക് ജനമായി. ഇതാണ് ഞാനും ഒരു ഐക്യത വരുന്നുണ്ട്. ദൈവമാണ് ഇത് തീരുമാനിച്ചത്, ആരൊക്കെ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കണം. ഇന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്നത് ആരൊക്കെയാണ്? ആ ഇരിക്കുന്നവരുടെ മുഖത്ത് ആ വ്യത്യാസമുണ്ട്. അതിനടിച്ചിരുത്തുകയാണ് രാവിലെ തോറി ഈ വചനം അയച്ചിട്ട് അല്പനേരം കർത്താവിന് മുമ്പിൽ ഒന്നിരിക്കട്ടെ. ചില സ്ത്രീകളുടെ വീട്ടിൽ കണ്ട് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ചെറിയ മുറിയാണ്, വലിയ വീടിനകത്തൊരു ചെറിയ. ഞാൻ ചോദിക്കും ഈ ചെറിയ മുറിയാണ്? ഇതെൻ്റെ സോളിറ്ററി മുറിയാണ്, ഇതിനകത്ത് ഞാൻ കയറി, എനിക്ക് പ്രയാസം വരും, ഞാൻ ഇതിനകത്ത് കയറി അടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കുറച്ച് പിന്നെ ആരും അന്നേരം ഡിസ്റ്റർബ് ചെയ്യരുത്. ഐ തോട്ട് ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. എനിക്ക് ആ സ്വഭാവം ആയിട്ടില്ല. ഞാനെപ്പോഴും ഒരു സ്ഥലത്തായിരിക്കുന്നത്. ഐ റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ആൻഡ് ഡൂ ദ പ്രേ, എല്ലാം ഒരു സ്ഥലത്ത് ചെയ്യും. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞ അവർക്ക് പ്രയാസം വരുമ്പം ആ മുറിയിലോട്ട് ഓടിപ്പോയിട്ട് അവരവിടെ ഇരുന്ന് ദൈവത്തെ, അവർക്കറിയാം, അവരുടെ ഭർത്താവിനറിയാം എന്തോ ദൈവത്തോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. മക്കൾക്കറിയാം അമ്മ ദൈവത്തോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഇല്ലേ? ഭർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ എന്നും നമ്മളെ വിളിക്കുന്നു. എത്ര പേര് പോകുന്നുണ്ട്? കടന്നു വാ, യേശു വിളിക്കുകയാണ് നമ്മളെ. ഭർത്താവ് പറയുന്നത് ഡൂ ദിസ്, അതായത് എൻ്റെ അടുക്ക വന്നിരിക്കെ. അന്ന് ഭർത്താവ് വേറെ വാഗ്ദത്തങ്ങളുണ്ട്. ഈ കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്നവർക്ക് ദൈവം ഓരോ ദിവസവും ഓരോ ജോലി കൊടുക്കും. അത് ഇന്നലെ പറഞ്ഞതായിരിക്കണം എന്നില്ല ഇന്ന് പറയുന്നത്. പക്ഷെ അവൻ്റെ ശബ്ദം കേട്ടിട്ട് വ്യക്തമായിട്ട് കേട്ടിട്ടാണ് പോകുന്നതെങ്കിൽ അതിൽ വിജയമുണ്ട്. അത് കഴിഞ്ഞ ദിവസം എന്നോടൊരു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി എന്നോട് പറയായിരുന്നു, ഞാൻ എല്ലാവരുടെയും വിഷയം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നാറുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവ് ചിലരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ക്ഷീണമില്ലെന്ന്. കാരണം അത് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു. ദിസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ്.
ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നോന്ന് എനിക്കും അറിയത്തില്ല. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. യേശുവിൻ്റെ ആത്മാവ് നമ്മളോട് നമ്മൾ ചില വിഷയങ്ങൾ മറന്നേ കിടന്നിട്ട് പെട്ടെന്ന് ദൈവം ഓർപ്പിക്കും. നമ്മൾ ചിലപ്പോൾ തന്നെ ഇരിക്കും, ഒരാളുടെ മുഖം ഇങ്ങനെ മുങ്ങി നമ്മുടെ മുമ്പിലോട്ട് വരും. അതിൻ്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്, അല്ലെ അവരെ ഒന്ന് വിളിക്കണം. അത് നമ്മൾ ഇഗ്നോർ ചെയ്താൽ പിന്നെ അത് ആ ഒരു ക്യാരക്ടർ നമ്മൾ വരുത്തുക. ഇതൊക്കെ ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോഴാണ് പഠിച്ചെടുക്കുന്നത്. ഐ ആം ഗെറ്റിംഗ് ദ ക്യാരക്ടർ ആൻഡ് ദ നേച്ചർ ഓഫ് ദ ലിവിങ് ഗോഡ്. ആദ്യമേ അവൻ്റെ വെറുതെ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കമാൻഡ്സ് അല്ലെങ്കിൽ എൻ്റെ നിയമം അനുസരിക്കുന്ന പ്രയാസമല്ല. കാരണം ദ ലവ് കവേഴ്സ് എവറിത്തിങ്. നമുക്ക് തിന്മയ്ക്കായിട്ട് അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് എൻ്റെ ചിന്തയാണ്. എനിക്ക് ഫേമസ് ആകണം, ഞാൻ ആളാകണം എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതിനെ എല്ലാം താഴ്ത്തി ഇറക്കി കളയണമെന്ന്. മത്തായിയുടെ സുവിശേഷം 13:40-30 കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടു കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കെട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സഭയിൽ പോകുമ്പോഴോ എല്ലാവരും നല്ലവരൊന്നും അല്ല. ഈവൻ അധികാരികളിൽ പോലും ജഡീക സ്വഭാവം കാണും. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നില്ലെന്ന് പറഞ്ഞായിരിക്കാം ശരിയാകും. അതുകൊണ്ട് ചർച്ചിൽ പോകത്തില്ല, സഭയിൽ അത് ശരിയല്ല. അവർ വളരും, നിങ്ങളും വളരുക. അവിടെ നല്ല വചനം കിട്ടുന്നുണ്ടോ നീ അത് സ്വീകരിക്കുക. നിനക്ക് ചോയ്സ് ഉണ്ടല്ലോ, നമ്മൾ തന്നെ ചൂസ് ചെയ്തതാണല്ലോ, ചോയ്സ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ട് അഴുക്കും നല്ലതും വളർന്നോട്ട്. ലാസ്റ്റ് ഞാൻ ഇതെല്ലാം കൂടെ വെട്ടിയെടുക്കുമ്പം അന്നേരം ഞാൻ പറയും, കളയെടുത്ത് മാറ്റി തീ കത്തിച്ച് കള. കതിരും പതിരും തെളിയിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ദിനംതോറും അപ്പച്ചൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. അത് വളരെ നിർബന്ധമായൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഫോളോവേഴ്സ്. അതായത് കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന കുറേ ഫോളോവേഴ്സെങ്കിലും നമുക്കുണ്ടാകും. കാരണം ഇത് നമ്മുടേതല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ പൗലോസ് പറയുന്നത് നമ്മൾ ഏറ്റെടുത്ത് പറയുന്നത് പൗലോസിൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ലല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതേ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഉണ്ടെന്നുള്ള ഉറപ്പ് വരണമല്ലോ. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി എന്നവന്, സോ മെനി പ്രസൻറ്റ്. ദൈവം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകുന്ന മുമ്പ് യോഹന്നാന്റെ 14 പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങളെ ഒരിക്കലും ഞാൻ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ പോകുന്നതോ നല്ലത്. ഞാൻ പോയാലോ ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ആ പരിശുദ്ധാത്മാവാണ് എന്നെയും നിങ്ങളെയും ഭരിക്കുന്നത് എങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ അവൻ്റെ കൂടെ ദിനം പ്രതി ഇരിക്കാൻ അവകാശമുണ്ട്. കം ക്ലോസർ ടു ദ ലോർഡ്. നാഥ, നീ എന്നും വിളിക്കുക. ഇറ്റ്സ് എ കമാൻഡ്. കടന്നു വാ. മോശയെ വിളിപ്പിച്ചു, കടന്നു വന്നു പറഞ്ഞു. ദാനിയേലിനെ വിളിച്ചു, കേട്ടു കർത്താവേ. അതുപോലെ പ്രവാചകനായ കർത്താവിൻ്റെ ആത്മാവ് സമൂവേൽ വിളി കേട്ടു, അബ്രഹാം വിളി കേട്ടു. ഇവരോടൊക്കെ അവിടുന്ന് സംസാരിച്ച് നേരിട്ട്, കൂട്ടുകാരനെ പോലെയും ദൈവമായിട്ടും ഒക്കെ ഞങ്ങളോടും ദിനംപ്രതി സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. പല ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മൾ ചിന്തകൾ ഒന്നിൽ വീട്ടിലെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം. സ്ത്രീകൾക്ക് നേരമേ ഇല്ല. കാരണം അവർ വീട്ടിലെ ജോലി കഴിഞ്ഞ് ഓഫീസിൽ പോകണം, പിന്നെ കുഞ്ഞുങ്ങളെ നോക്കണം, പിന്നെ വീട്ടിൽ ഒരു വലിയ സൂപ്പർ വുമണായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിലും ദൈവത്വത്തിൻ്റെ പ്രസൻസ് കാണുന്നില്ല. അപ്പം വളരെ പ്രയാസപ്പെട്ടാണ് നിൻ്റെ ശബ്ദം അവർ കേൾക്കുന്നത്. പിന്നെ എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടുക. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു വിടുതൽ തന്നിട്ട്, ദൈവമേ നീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് മഹത്വം കൊടുത്ത് നിൻ്റെ സന്നിധിയിൽ വന്നിരുന്നിട്ട് വേണ്ടാത്ത എല്ലാം എടുത്ത് ദൂരെ കളയാൻ അപ്പച്ചനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഏത് ആക്ടിവിറ്റീസ് നമ്മളിൽ പ്രവർത്തിക്കുന്നു അത് അഴിഞ്ഞു പോകണം. അതെല്ലാം ഞങ്ങൾ പോകുന്നിടത്ത് നിൻ്റെ മഹത്വം കാണിക്കാനാണെങ്കിൽ അതിനുള്ള കൃപ തരണം. ചുമ്മാതെ സമയം കളയിപ്പിക്കല്ലേ. നിൻ്റെ അടുക്കലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ നല്ലതെന്ന് പറയുന്നു. നിന്നിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് നിൻ്റെ മുഖത്തു നിന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കും. സ്വയപ്രശംസയ്ക്കാകരുത്. നന്മയുടെ ഉറവിടമായ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് അവരും നിന്നെ കാണാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര നല്ലവനായ ഒരു യേശു പറഞ്ഞു, കം എൻ്റെ അടുക്കൽ വന്ന് സിറ്റ് വിത്ത് മീ. എൻ്റെ ബാങ്ക്വറ്റ് ഹോളിൽ, എൻ്റെ വിരുന്നുശാലയിൽ നീ കടന്നു വാ. സ്നേഹത്തിൻ്റെ വിളിയാണിത്. സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് പോലെ അവൻ എന്നെ വിരുന്നുശാലയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ തലയുടെ മുകളിൽ കർത്താവിൻ്റെ ബാനർ, ദ ബാനർ ഓഫ് ലവ്, യഹോവ നിസ്സി, സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തി വെച്ചിരിക്കുന്നതിനെ സ്തോത്രം.
അതിൽ നിന്ന് മാറിപ്പോകാൻ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുവദിക്കല്ലേ. ദൈവത്തിൻ്റെ പുതുക്കമേറിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടപ്പിച്ച പുതിയ മന്ന ഇന്ന് തന്നതിന് നന്ദി പറയുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.